ഹായ് 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 നമ്മൾ നാളത്തെ മാത്സിൻ്റെ എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ചോദ്യങ്ങൾ മാഷിക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ആ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ മുഴുവൻ മാഷിക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നാളത്തെ എക്സാമിന് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആ ചോദ്യങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങൾ മുഴുവൻ പഠിച്ചാൽ നാളത്തെ എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. കാരണം ഈ ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കുന്നത്. ഇത് തൊട്ട് മുമ്പ് എക്സാം കഴിഞ്ഞല്ലോ, അവർക്കും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് എപ്പോഴും ഈ ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ 4ാം ക്ലാസ്സിൽ നമ്മൾ എല്ലാ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഓർക്കും കൂടെ എക്സാമിന് ഏത് ചോദ്യങ്ങളാണ് വരികയെന്ന് അറിയാതിരിക്കായിരിക്കും. മാഷൊക്കെ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ മുഴുവൻ അതേപോലെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഈ രൂപത്തിൽ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ചെയ്ത് നിങ്ങൾ പഠിക്കും വേണം കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തോ. എല്ലാ ഫ്രണ്ട്സിനും കൂട്ടിയിട്ട് തന്നെ ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്, അതായത് നമ്പർ കാർഡ്സും അതിൻ്റെ പ്ലേസ് വാല്യൂ. നമുക്ക് കുറച്ച് നമ്പർ കാർഡുകൾ തരും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 2, 3, 5, 7 കുറച്ച് നമ്പർ കാർഡുകൾ തരും. ഈ നമ്പർ കാർഡുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതാൻ വേണ്ടി നമ്മോട് ചോദിക്കും. കുറച്ച് നമ്പറുകൾ തന്നിട്ട്, കുറച്ച് അക്കങ്ങൾ തന്നിട്ട് അത് ഉപയോഗിച്ച് അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും അതെങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും എക്സാമിന് പോകുമ്പോൾ പഠിക്കണം. അതുപോലെ തന്നെ ഓരോ നമ്പറിൻ്റെയും പ്ലേസ് വാല്യൂ കൂടെ നമ്മൾ പഠിക്കണം. അതിൻ്റെ വീഡിയോ മാഷ് ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ നമ്പറും അതിൻ്റെ പ്ലേസ് വാല്യൂ കൂടെ, ഇപ്പോൾ ഒരു വലിയ നമ്പർ തന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ബാക്കിലുള്ളത് വൺസിൻ്റെ പ്ലേസ്, ഒറ്റയുടെ സ്ഥാനം, ബാക്കിൽ നിന്ന് രണ്ടാമത് 10ൻ്റെ സ്ഥാനം, ടെൻസിൻ്റെ പ്ലേസ്, അങ്ങനെ ഓരോ നമ്പറിൻ്റെയും ഓരോ അക്കങ്ങളെയും പ്ലേസ് വാല്യൂ നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ട് എക്സാമിന് പഠിക്കണം. അത് ഉപയോഗിച്ചുള്ള ചോദ്യമായിരിക്കും ഏറ്റവും ആദ്യത്തെ ആക്ടിവിറ്റി നാളത്തെ എക്സാമിന് വരിക. അതുപോലെ തന്നെ അടുത്ത ആക്ടിവിറ്റി വരിക ഐഡന്റിഫൈ ഷേപ്സ്. ഒരു ചിത്രം തരും നമുക്ക്. ആ ചിത്രത്തിൽ കുറേ പല രൂപത്തിലുള്ള ഷേപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് റെക്ടാങ്കിൾ ഷേപ്പുകൾ തിരഞ്ഞെടുത്ത് ചെയ്താൽ വേണ്ടിയിട്ട്, ട്രയാങ്കിൾ ഷേപ്പുകൾ തിരഞ്ഞെടുത്ത് ചെയ്താൽ വേണ്ടിയിട്ട് ആ ചിത്രത്തിൽ എത്ര റെക്ടാങ്കിളുകൾ ഉണ്ട്, എത്ര ട്രയാങ്കിളുകൾ ഉണ്ട്, ഒരു ചിത്രം നിന്നിട്ട് ആ ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളും ചതുരങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ എണ്ണ എഴുതാനും അതിന് ചിത്രം കൊടുക്കാനൊക്കെ ആ രൂപത്തിലുള്ള ചോദ്യം അടുത്ത എക്സാമിനുണ്ട്. അപ്പോൾ അത് നിർബന്ധമായി നമ്മൾ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ. ഇത് മാഷിദിനെ ഇവിടെ ഉൾപ്പെടുത്തിയെന്ന് അറിയോ? സാധാരണ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഉത്തരം കാണാനുള്ള ചോദ്യം നാളത്തെ എക്സാമിനുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ അറിയാതെ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയില്ലേ. നിർബന്ധമായിട്ട് നാളത്തെ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഗുണിക്കാൻ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പഠിക്കേണ്ടതാണ് ടൈം, സമയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അതെങ്ങനെ വെച്ചാൽ ഒരാൾ ഇത്ര മണിക്ക് യാത്ര തുടങ്ങി, മിക്കവാറും ട്രെയിനിലായിരിക്കും വരിക. ഒരാൾ ട്രെയിനിൽ ഇത്ര മണിക്ക് യാത്ര തുടങ്ങിയിട്ട് ഇത്ര മണിക്ക് യാത്ര അവസാനിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര സമയം യാത്ര ചെയ്തു, അങ്ങനെ ഒരു ചോദ്യം എക്സാമിന് ഉണ്ടായിരിക്കും. സമയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ചോദിക്കുന്നതാണ് ഭാഗം എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ചിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഷെയ്ഡ് ചെയ്തത് എത്ര പാർട്ടാണ്, അത് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടി നമ്മൾ എന്തായാലും എക്സാമിന് നമ്മളോട് ചോദിക്കും അല്ലേ. ഒരു ചിത്രമായിരിക്കും, അതിപ്പോൾ റെക്ടാങ്കിൾ ഷേപ്പ് ആവാം, ട്രയാങ്കിൾ ഷേപ്പ് ആവാം, അങ്ങനെ കുറച്ച് ഷേപ്പ് തന്നിട്ട് അതിൽ കുറച്ച് ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറച്ച് ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയെ നമ്മൾ എഴുതാൻ വേണ്ടി ചോദിക്കും. അല്ലെങ്കിൽ അതിന് 1/2 ഭാഗം അല്ലെങ്കിൽ 1/3 ഭാഗം, ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഉത്തരം എഴുതാൻ മുഴുവൻ നമ്മൾ ഇന്ന് വൈകുന്നേരം 7:30 ലൈവിൽ പഠിക്കും കേട്ടോ. മാഷ് ഇവിടെ പറഞ്ഞിരുന്ന എല്ലാ ചോദ്യം അതിനെങ്ങനെ ഉത്തരം എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം ലൈവിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് വെക്കാം. പിന്നെ അതുപോലെ മെഷേഴ്സ്, കുറച്ച് അളവുകൾ നിങ്ങൾ പഠിക്കണം. അതായത് ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു ടെൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു പവൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, അങ്ങനെ കുറച്ച് അളവുകളൊക്കെ ഉണ്ട് അല്ലേ. അതുപോലെ ഒരു കിലോഗ്രാം എന്ന് വെച്ചാൽ എത്ര ഗ്രാം ആണ്, ഒരു മീറ്റർ എന്ന് വെച്ചാൽ എത്ര സെന്റിമീറ്റർ ആണ്, അങ്ങനെ കുറച്ച് അളവുകളുണ്ട്. ആ അളവുകളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. അതും എന്തായാലും അടുത്ത എക്സാമിന് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു അളവിനെ വേറൊരു അളവിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമ്മൾ പഠിക്കേണ്ടതാണ് ഒരു റെക്ടാങ്കിൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കാണാൻ വേണ്ടി നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. അത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ട് വരാൻ ചാൻസ്, അതിനിടയിൽ തന്നെ ഒരു ടേബിൾ തന്നിട്ട് ആ ടേബിൾ പൂരിപ്പിക്കാനുള്ള ചോദ്യം അടുത്ത ദിവസത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. അത് നമ്മളായിരിക്കും ചോദ്യം വായിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. മിക്കവാറും ഇങ്ങനെയൊക്കെ ആയിരിക്കും. കണ്ടോ, ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടീൻ്റെ ചിത്രം 10 കുട്ടികൾക്ക് പകരമാണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ 1, 2, 3, 4 ആൺകുട്ടികളുടെ ചിത്രമുള്ളത്. അത് ഒരു കുട്ടീൻ്റെ ചിത്രം 10 കുട്ടികൾക്ക് പകരമാണെങ്കിൽ 10, 20, 30, 40 4 10കൾ 40 ആൺകുട്ടികളാണ് 1ാം ക്ലാസ്സിലുള്ളത്. അങ്ങനെ ചിത്രം വെച്ചിട്ട് കുട്ടികളെ എണ്ണം കണ്ടുപിടിക്കാനായിരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ടേബിൾ തന്നിട്ട് ആ ടേബിള് ബാക്കിയുള്ള ഭാഗം, വിട്ടുപോയ ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കാനും അടുത്ത ദിവസം എക്സാമിന് ഉണ്ടായിരിക്കും. മറക്കണ്ട. അപ്പോൾ നാളത്തെ എക്സാമിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങൾ മുഴുവൻ മാഷോടെ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യങ്ങളായിരിക്കും എക്സാമിന് വരിക. കുറച്ച് അക്കങ്ങൾ തന്നിട്ട് അത് വെച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പറും ചെറിയ നമ്പറും, നമ്പർ കാർഡ്സ് അല്ലേ. അതുപോലെ ഒരു വലിയ നമ്പർ തന്നിട്ട് അതിലുള്ള ഓരോ അക്കത്തിൻ്റെയും പ്ലേസ് വാല്യൂ, ഞാൻ നമ്പറിനെ ഇത്ര 10കൾ, ഇത്ര 100കൾ ആ രൂപത്തിലോട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ എന്തായിരിക്കും ചോദിക്കും.
പിന്നെ അടുത്ത ചോദിക്കാം കുറച്ച് ഷേപ്പുകൾ തന്നിട്ട് അതിലെന്താ ട്രയാങ്കിൾ ഷേപ്പുകൾ തിരിച്ചറിയാൻ, റെക്ടാങ്കിൾ ഷേപ്പുകൾ തിരിച്ചറിയാൻ, റെക്ടാങ്കിൾ ഏതാണ് ഷേപ്പ്, ട്രയാങ്കിൾ ഏതാണ് ഷേപ്പ്, അതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ അല്ലേ. അതുപോലെ സർക്കിൾ വട്ടം ഏതാണ്, അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. സമയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും, പ്രതീക്ഷിച്ചിട്ട് പോവുക. പിന്നെ ഇത് എന്തായാലും ഉണ്ടായിരിക്കും. കുറച്ച് ഷേപ്പുകൾ കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്ത് എത്ര പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഭാഗം തന്നിട്ട് ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്യാൻ, ഇത്രയും ഭാഗം നിറം കൊടുക്കാൻ നമ്മൾ ചോദിക്കും. എന്തായാലും ക്രയോൺസ് ഒക്കെ എടുത്തിട്ട് കളർ കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നാളത്തെ എക്സാമിന് പോവുക. കളർ കൊടുക്കാനൊക്കെ എക്സാം നാളെ ചോദിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അളവുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ ഒരു റെക്ടാങ്കിളിൽ പെരിമീറ്റർ കാണാൻ പഠിക്കണം. പിന്നെ ടേബിൾ ഫുള്ളാക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം ചെയ്താൽ വേണ്ടി നമ്മൾ ഇന്ന് വൈകുന്നേരം 7:30 പഠിക്കും. മാഷ് ലൈവായിട്ട് ഓരോ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം ചെയ്യാമെന്നും അത് കൃത്യമായിട്ട് എങ്ങനെ ഉത്തരം ചെയ്താൽ മതിയെന്നും ഉത്തരം ചെയ്യാനുള്ള ട്രിക്കും മുഴുവൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും വൈകുന്നേരം. ഇന്ന് ഇതിനകത്ത് ലൈവ് കണ്ടുപോയാൽ എക്സാം എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം 7:30 ലൈവിൽ കാണാം. ബൈ ബൈ.